ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൽ 2024 നമ്മൾ പൂർത്തിയാക്കുകയാണ്. 2024 ജനുവരി മാസം മുതൽ നമ്മൾ ഓരോ മാസവും ഓരോ അപ്പസ്തോലന്മാരെ കുറിച്ച് പഠിച്ച് മുന്നോട്ട് വരികയായിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവരിൽ എല്ലാവരോടും നമ്മൾ മധ്യസ്ഥം വഹിച്ചു. നമ്മുടെ യൂദാസ്കറിയോത്തെക്കുറിച്ച് കഴിഞ്ഞ മാസം നമ്മൾ പഠിച്ചു. യൂദാസ്കറിയോത്തേക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട മത്യാസിനെ കൂടുതൽ അടുത്തറിയുകയും മത്യാസ് സ്ലിഹായോട് പ്രത്യേകമായിട്ട് നമ്മൾ മധ്യസ്ഥം വഹിക്കുകയും ചെയ്തു. 12 ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈശോയെ ഫോളോ ചെയ്ത, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച, ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഈ അപ്പസ്തോലന്മാർ, ഈ 12 പേര് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമല്ല, മാറിപ്പോയ യൂദാസോ തിരഞ്ഞെടുക്കപ്പെട്ട മത്യാസോ മാത്രമല്ല, ഇനിയും ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ഒരുപാട് പേരെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ സുന്ദരമായ ഒരു എഴുത്ത് കാണുന്നുണ്ട്. ആക്ട്സ് 15:26. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. ഈശോയ്ക്ക് വേണ്ടി ജീവൻ മുഴുവൻ മാറ്റിവെച്ച, ജീവിതം മുഴുവൻ ബലി കഴിച്ച് സ്നേഹിച്ച ഒത്തിരി പേരുണ്ട്. നമ്മൾ അവരെ കുറിച്ചൊക്കെ പിന്നീട് വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 17-6 ലോകത്തെ തലകീഴും മറിച്ച മനുഷ്യർ എന്ന് വെച്ചാൽ ഒത്തിരി തിന്മ നിറഞ്ഞൊരു ലോകത്തിൽ, സത്യം അങ്ങനെ തീരെ ഇല്ലാത്തൊരു ലോകത്തിൽ, തിന്മ നടമാടിക്കൊണ്ടിരുന്ന ലോകത്തിൽ ഈശോയുടെ സാക്ഷികളായിട്ട് ലോകത്തെ തലകീഴ് മറിച്ച കുറെ മനുഷ്യരെ കുറിച്ച് പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനം പറയുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കുറെ പേരുണ്ടല്ലോ. സ്റ്റീഫനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, തിമോത്തിയെ കുറിച്ച്, തീത്തോസിനെ കുറിച്ച്, അക്വിലയെ കുറിച്ച്, പ്രിസിലയെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇവരെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒപ്പം തന്നെ 2-3 പേരുകളൊക്കെ ഓർക്കുന്നുണ്ടാവും. ജോൺ മാർക്ക്, ബാർണബാസ്, സീലാസ്, ഇവരെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട്. ഇവരെല്ലാം ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചവരാണ്. ഒപ്പം തന്നെ ഈ ലോകത്തെ തലകീഴ് മറിക്കാൻ അത്ര വിശുദ്ധി ഉണ്ടായിരുന്ന കുറെ മനുഷ്യരായിരുന്നു. ഇവരെല്ലാം അവിടെ നിൽക്കുമ്പോഴും നമ്മൾ ഒരാളെക്കുറിച്ച് പ്രത്യേകമായിട്ട് അറിയേണ്ടതുണ്ട്. ഈ 12-ാമത്തെ മാസം, ഈശോയുടെ ജനന തിരുനാൾ, ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുന്ന ദിവസം, ഈശോയെ കുറിച്ച് ഇത്രയധികം എഴുതിയ, ഇത്ര കൂടുതൽ പ്രസംഗിച്ച, ഇത്രയും തീക്ഷ്ണത ഉണ്ടായിരുന്ന, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച, മരിച്ച, നമുക്ക് വേണ്ടി ഇപ്പം നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നന്നായിട്ട് അറിയേണ്ടതുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്ന ഒരു കാര്യമുണ്ട്. ജോൺ ക്രിസോസ്റ്റത്തെ കുറിച്ചല്ല നമ്മളിന്ന് പറയാൻ പോകുന്നത്. സഭയുടെ വലിയൊരു ചിന്തകനായിരുന്ന, വിശുദ്ധനായിരുന്ന ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, മാലാഖമാരെക്കാൾ, മുഖ്യദൂതന്മാരെക്കാൾ മുകളിൽ നിങ്ങൾക്ക് അയാളെ വെക്കാം. ഈ ഏറ്റവും പരിശുദ്ധനായ ദൈവത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ഈ ആളെ നിങ്ങൾക്ക് കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വലിയ വിശുദ്ധനുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായം പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട പാത്രം തൻ്റെതായ എഴുത്തുകളിലൂടെ തന്നെ ഈശോ നേരിട്ട് വിളിച്ച് വെളിപാട് കൊടുത്ത ഒരു മനുഷ്യൻ, ഒരു വിശുദ്ധൻ. എന്നിട്ട് എല്ലാ വെളിപാടുകൾക്കും, എല്ലാ വിശുദ്ധിക്കും, എല്ലാ ജീവിതത്തിനും ഒടുക്കം ഇങ്ങനെ പറഞ്ഞു, ഞാനോ ദുർഭകനായ മനുഷ്യൻ, എൻ്റെ ഉള്ളിലൊരു മുള്ളുണ്ട്, എനിക്ക് അവിടുത്തെ കൃപ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ കൃപയാണ് എന്നെ നയിക്കുന്നതെന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ് ശ്ലീഹ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ തെരഞ്ഞെടുത്ത 12 പേരിൽ ഉള്ള ആളല്ല, പക്ഷേ അപ്പസ്തോലൻ എന്ന ഗണത്തിലേക്ക് ഈശോ പ്രത്യേകിച്ച് തെരഞ്ഞെടുത്ത ഒരാളാണ്. ഈശോയുടെ ഉദ്ധാനത്തെ സാക്ഷിയായ ഒരാളാണ്. ഉദ്ധിതനായ ഈശോയെ കണ്ടയാളാണ്. ആ കണ്ട ശേഷം അന്നറിയപ്പെടുന്ന ലോകത്തിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഈശോയ്ക്ക് വേണ്ടി ഇത്രയധികം എഴുതി, സഭകൾ സ്ഥാപിച്ച്, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച വലിയൊരു വിശുദ്ധൻ, വിശുദ്ധ പൗലോസ് ശ്ലീഹ. നമ്മുടെ എല്ലാം വലിയൊരു മാതൃകയായിട്ട് നിൽക്കുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹയെ കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ട് ചിന്തിക്കാൻ പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹയെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി അധികം വായിച്ചിട്ടുണ്ട്, ഒത്തിരി അധികം നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്ന്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മൾ പുതിയ നിയമം എടുത്താൽ, ഈശോ എന്നൊരു വ്യക്തിത്വം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന പൗലോസ് ശ്ലീഹയെ കുറിച്ചാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ശ്ലീഹയെ കുറിച്ചോ, ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന യോഹന്നാനെ കുറിച്ചോ, ഒരു വിശുദ്ധനെക്കുറിച്ചും വിശുദ്ധയെക്കുറിച്ചും അല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ ഈശോയെ കുറിച്ച് കഴിഞ്ഞാൽ അടുത്തതുള്ളത് അത് നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ് ശ്ലീഹയെ കുറിച്ചാണ്. ഒന്ന്, ലൂക്കാസ് ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്ന ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ 9-ാമത്തെ അധ്യായം മുതൽ ഫുള്ള് ഡീറ്റെയിൽസ് ആണ് പൗലോസ് ശ്ലീഹയെ കുറിച്ച് നമ്മൾ വായിക്കുകയും ഒക്കെ അറിയുക. ഒപ്പം തന്നെ പൗലോസ് ശ്ലീഹയുടെ തന്നെയായ ഏറ്റവും റിച്ചായ എഴുത്തുകൾ തന്നെ അവതരിപ്പിക്കുന്നു. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ആ സ്നേഹത്തെക്കുറിച്ച്, അനുഭവിക്കാൻ സാധിച്ച ആ സ്നേഹത്തെക്കുറിച്ച്, കടന്നു പോകേണ്ടി വന്ന സഹനങ്ങളെക്കുറിച്ചൊക്കെ പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ, ഒരു അപ്പസ്തോലന്റെ ജീവിതം, ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നു. പൗലോസ് ശ്ലീഹയെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. തർസൂസിൽ നിന്നുള്ള സാവുൾ എന്നൊരു മറ്റൊരു പേരും കൂടി ഉണ്ട്. അത് യൂഷ്വലി നിങ്ങൾക്ക് അത് അറിയാവുന്ന പോലെ യഹൂദർക്ക് 2 പേരുകൾ കോമൺ ആണ്. ഒരു ഹെബ്രായ പേരും പിന്നെ ഇല്ലെങ്കിൽ ഒരു റോമൻ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു. പൗലോസിനെ കുറിച്ച് തന്നെ പൗലോസിലെ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഫരിസേയനിൽ നിന്ന് ജനിച്ച ഫരിസേയൻ, ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവൻ, ഹെബ്രായൻ, ഇങ്ങനെ ഗമാലിയലിന്റെ കീഴിൽ പഠിച്ചവൻ, നിയമത്തെക്കുറിച്ച് തീക്ഷ്ണത ഉണ്ടായിരുന്നവനൊക്കെ പൗലോസ് ശ്ലീഹ തന്നെ കുറിച്ചൊരു ബയോഗ്രഫിക്കൽ സ്കെച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹ
ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം ആ സാവൂളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം, അല്ലെങ്കിൽ നമ്മൾ സാവൂൾ എന്ന് പറയുമ്പോൾ രണ്ടായിട്ടല്ല കാണുന്നത്, ഈശോയെ അറിയുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തെക്കുറിച്ചൊക്കെ തുടങ്ങി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ ഈ സ്റ്റീഫന്റെ മാർട്ടിഡം, സ്റ്റീഫന്റെ രക്തസാക്ഷിത്വം മുതൽ ഇങ്ങനെ നമ്മൾ പൗലോസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈശോ എന്നൊരു വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി കാണിച്ചു തന്നൊരു പുതിയ വഴിയെക്കുറിച്ചും ആ വഴിയെ സഞ്ചരിക്കുന്ന കുറേ ആൾക്കാരെക്കുറിച്ചും ഈ സാവൂൾ പൗലോസ് കേൾക്കുകയാണ്. ഇപ്പം മതതീക്ഷ്ണത ഉണ്ടായിരുന്ന യഹൂദ നിയമത്തോടും വിശുദ്ധ ഗ്രന്ഥത്തോടും ആരാധനയോടും ഒക്കെ അത്ര തീക്ഷ്ണത ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് നിയമപണ്ഡിതനായിരുന്ന പൗലോസ്ലിഹായ്ക്ക് ഒരു കാര്യം മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കിയത്. എന്താണെന്നറിയോ? ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഈ മനുഷ്യരുടെ സെന്റർ. നിയമമല്ല, ദേവാലയമല്ല, ആരാധനയല്ല, എന്ന് വെച്ചാൽ അതുവരെ യഹൂദർ പഠിച്ചു വെച്ച ആരാധനകളല്ല, ഒരു വ്യക്തിയാണ്. ജനിച്ചെന്നും ജീവിച്ചെന്നും മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റു എന്നും പറയപ്പെടുന്ന ഏതോ ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഈ പുതിയ മാർഗത്തിന്റെ സെന്റർ എന്നറിഞ്ഞിട്ട് ആ മാർഗത്തിലൂടെ നടക്കുന്നവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് പൗലോസ്ലിഹ ഈ സാവൂൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. ഏത് പരിപാടിക്ക്? വാളും പരിചയമൊക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങാണ്. അങ്ങനെ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യയാണ് പൗലോസ്ലിഹ തിരിച്ചറിയുന്നത് ക്രൈസ്റ്റ് ഹാസ് മെയ്ഡ് മീ ഹിസ് ഓൺ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:12 പൗലോസ്ലിഹ ഇങ്ങനെ ചങ്കിലെ ചോര കൊണ്ട് എഴുതി വെക്കുന്ന പോലെ ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പൗലോസ്ലിഹ ശരിക്കും ആ ഒരു സ്നേഹം അനുഭവിച്ചറിഞ്ഞത്, ഈശോയുടെ സ്വന്തമാണെന്ന് അനുഭവിച്ചറിഞ്ഞതിൻ്റെ ആ ഒരു ബിഗിനിങ് സ്റ്റേജ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ദമാസ്കസിലേക്കുള്ള യാത്രയാണ്. അവിടെ വെച്ച് പൗലോസ്ലിഹ അറിയാണ്, ഇതുവരെ നിയമം എന്നെ സ്വന്തമാക്കി, ഇതുവരെ ലോകം എന്നെ സ്വന്തമാക്കി, എന്നാൽ ഇപ്പോൾ മുതൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഞാൻ ഈശോയുടെ സ്വന്തമായിട്ട് ജീവിക്കും. ഞാൻ കണ്ടറിഞ്ഞ ഈശോ, ഞാൻ കേട്ടറിഞ്ഞ ഈശോ, എന്നോട് നേരിട്ട് വെളിപാട് തന്ന ഈശോ, ആ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുമെന്ന് പൗലോസ്ലിഹ ഒരു തീരുമാനം എടുക്കുകയാണ്. കണ്ണൊക്കെ മൂടിപ്പോകുന്നതിനെ കുറിച്ചൊക്കെ അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറയുന്നു, ഇങ്ങനെ അനനിയാസ് വന്ന് തൊടുന്നു, ബോധ്യങ്ങൾ കിട്ടുന്നു. ഇനി പൗലോസ്ലിഹ പിന്നീട് മാറി നിന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് പത്രോസ്ലിഹായും മറ്റു ശിഷ്യന്മാരെയൊക്കെ കാണാൻ പോകുന്നു. ഈശോയെ അറിഞ്ഞ ആ സമയം മുതൽ യേശു ക്രിസ്തു മാത്രമാണ് ഏകദൈവമെന്നും ദൈവപുത്രനായ ഈശോ അല്ലാതെ മറ്റൊരു രക്ഷകനില്ലെന്നും പൗലോസ്ലിഹ പല സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു 3 മിഷണറി യാത്രകൾ ഇങ്ങനെ ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മടുപ്പില്ലാതെ പോയി നിൽക്കുകയാണ്. ഒത്തിരി പ്രസംഗിക്കുകയാണ്. ഒരുപാട് സഹനങ്ങൾ, വേദനകളൊക്കെ ഉണ്ടായിട്ട് പൗലോസ്ലിഹ വലിയ തീക്ഷ്ണതയോടെ അവസാന ശ്വാസം വരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ്. നമ്മൾ ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ, സമയം പോലെ നിങ്ങളത് നന്നായിട്ടൊന്ന് എടുത്ത് വായിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പൗലോസ്ലിഹ തൻ്റെ ഒരു വിളിയെക്കുറിച്ച്, അപ്പസ്തോലനാവാനുള്ള തൻ്റെ വിളിയെക്കുറിച്ച്, ഈശോ തന്ന ആ ഒരു വിളിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെയാ പറയുക: ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, എന്നെ ആരും പഠിപ്പിച്ചതുമല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മറ്റു ഏതൊരു വിശുദ്ധൻ, ഏതൊരു പ്രാസംഗികൻ, അവരെക്കാളും ഒക്കെ ടോപ്പ് ലെവലിൽ. അതുകൊണ്ടാണ് ജോൺ ക്രിസോസ്റ്റമൊക്കെ ഇങ്ങനെ ആദ്യം പറഞ്ഞില്ലേ, മാലാഖമാർക്കും മുഖ്യദൂതന്മാർക്കും മുകളിൽ നിങ്ങൾക്ക് ഒരാളെ വെക്കാൻ പറ്റുമെങ്കിൽ അത് മറ്റാരുമല്ല, സെയിന്റ് പോൾ, പൗലോസ്ലിഹായാണ്. കാരണം ഈശോയുടെ നേരിട്ട് ഇങ്ങനെ ഒരു വെളിപാട് കിട്ടുകയാണ്. പറയാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:1, 2 കൊരിന്തോസ് 1:1, ഇത് രണ്ട് ഈ പൗലോസ്ലിഹയുടെ 2 ലേഖനങ്ങളുടെ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട് യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവൻ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അപ്പസ്തോലനാണെന്ന് പൗലോസ്ലിഹ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ തൻ്റെ ശിഷ്യത്വത്തെക്കുറിച്ചും തൻ്റെ അപ്പസ്തോലിക ദൗത്യത്തെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഈ നമ്മളിപ്പോൾ വായിച്ചൊരു വചനഭാഗം ഉണ്ടല്ലോ, ഗലാത്യ 1:13 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കും: മുമ്പ് യഹൂദ മതത്തിലായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദ മത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഇപ്പോൾ പൗലോസ്ലിഹ പറയാണ്, എനിക്കിങ്ങനെ അഭിമാനിക്കാൻ ഒത്തിരി ഉണ്ട്. ഈ ഫിലിപ്പി 3 പറയുന്നുണ്ടല്ലോ, എല്ലാം ഉണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഒരു വില കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൻ്റെ ട്രൂ മീനിങ്, എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പിടികിട്ടി. അതൊരു തിരിച്ചറിവുണ്ടാണ്. മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ എന്നെ തിരഞ്ഞെടുത്ത ഒരാൾ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഈശോയ്ക്ക് പൗലോസ്ലിഹായ്ക്ക് ഈ ഒരു ജന്മത്തിന്റെ ഉദ്ദേശം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ നീ ഒത്തിരി ആളുകളോട് പോയി പറയാനുണ്ട്. അതിനുവേണ്ടിയാണ് നീ ജനിച്ചിരിക്കുന്നത് തന്നെ എന്ന് പൗലോസ്ലിഹായോട് ഈശോ ഇങ്ങനെ ബോധ്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആ ഒരു തീക്ഷ്ണതയിലാണ് ഫിലിപ്പി 3 എഴുതുന്ന പോലെ 7-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ 10-ാമത്തെ വാക്യം വരെയൊക്കെ. അതുകൊണ്ട് എൻ്റെ ഒറ്റ ലക്ഷ്യം പൗലോസ്ലിഹ ഇങ്ങനെ പറയാണ്: എനിക്ക് ഈശോയെ നേടണം, ഈശോയോട് കൂടെ ഒന്നായി കാണണം.
എന്നെ കാണുന്നവർ ഈശോയെ കാണണം എന്നുള്ള ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ബോധ്യം പൗലോസ്ലീഹ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. ഇത് അവനെ നേടാനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടാനും വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, ബാക്കി എന്തെങ്കിലും ആവട്ടെ, ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഐ ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് എ വേസ്റ്റ്. ഞാൻ നേടിയെടുത്തത്, എൻ്റെ അഭിമാനം, എൻ്റെ പാരമ്പര്യം, എനിക്ക് അഭിമാനിക്കാനുള്ളത് എന്തും ആവട്ടെ, ഈശോയെ നേടാൻ വേണ്ടി ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് ബാക്കിയെല്ലാം പോയാലും എനിക്ക് കുഴപ്പമില്ല. എന്തോരം കാര്യങ്ങളാണ് പൗലോസ്ലീഹയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അനുവദിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് സഹായിക്കുകയാണെങ്കിൽ 2025 ഞാനിങ്ങനെ നമ്മൾ ഈ ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. നമ്മൾ നേരത്തെ ബയോയുടെ എപ്പിസോഡുകൾ ഇങ്ങനെ 73 പുസ്തകങ്ങളും ഓരോ എപ്പിസോഡുകളൊക്കെ ആയിട്ട് പഠിച്ചു. ഇപ്പോൾ ഈ വർഷം നമ്മളിങ്ങനെ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് പഠിച്ചു. ഞാനിങ്ങനെ ഈ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ഇങ്ങനെ ഒരു പേഴ്സണൽ പ്രയറിലേക്ക് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, ഈശോയെ 2025 എന്നാ ചെയ്യണ്ടേ, 2025 എനിക്കൊരു ക്ലാരിറ്റി കിട്ടണമല്ലോ, എന്ത് ഞാൻ പഠിപ്പിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാതിരുന്ന സമയത്താണ് ഈ പൗലോസ്ലീഹയെക്കുറിച്ച് ഒരു ത്രെഡ് കിട്ടിയത്. ഈശോ അനുവദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നന്നായിട്ട് ആർഭാടമായിട്ട് സഹായിക്കുകയാണെങ്കിൽ, വലിയൊരു ഒരുക്കത്തോടെ നമ്മളൊന്ന് 2025 പൗലോസ്ലീഹയെക്കുറിച്ച്, പൗലോസ്ലീഹ കാണിച്ചു തന്ന ഈശോയെ നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കും. പൗലോസ്ലീഹയെക്കുറിച്ച് മാത്രമല്ല, പൗലോസ്ലീഹ കാണിച്ചു തന്ന ഈശോയെ എന്ന് വെച്ചാൽ സീയിങ് ജീസസ് ത്രൂ ദി ഐസ് ഓഫ് പോൾ. ഇത്രയധികം ഈശോയെ മനസ്സിലായ ഒരാളില്ല, ഇത്രയധികം ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്ന മറ്റൊരാൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തില്ല. അങ്ങനെയെങ്കിൽ പൗലോസ്ലീഹയെ ഒന്ന് മനസ്സിലാക്കിയാൽ ഈശോയെ കൂടുതൽ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ, സ്നേഹിക്കാനൊക്കെ പറ്റും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു വരിക. നിങ്ങൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു കുഞ്ഞു കൂട്ടായ്മയാണ് നമ്മുടേത്. ശരിക്കും ഇങ്ങനെ ഒരു പഠനമൊക്കെ വരുമ്പോഴത്തേനും ചെറിയൊരു ഗ്രൂപ്പൊക്കെ വരാറുള്ളൂ. പക്ഷേ ഐ ബിലീവ് ദാറ്റ്സ് എ ജെന്യൂൻ ഗ്രൂപ്പ്. ശരിക്കും ഈശോയെക്കുറിച്ച് അറിയാൻ, വചനത്തിൻ്റെ ആ സീരിയസ്നെസ് നന്നായിട്ട് അറിയാവുന്ന ഒരു ഗ്രൂപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈശോ അനുവദിച്ചാൽ, പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ, നമ്മൾ പൗലോസ്ലീഹയിലൂടെ ഈശോയെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കും. സീയിങ് ജീസസ് ത്രൂ ദി ഐസ് ഓഫ് സെയിന്റ് പോൾ. ഇപ്പം പൗലോസ്ലീഹയ്ക്ക് അതായിരുന്നു പ്രധാനം. എനിക്കിനി ഈശോയെ മാത്രം കണ്ടാൽ മതി. മറ്റൊരു ലക്ഷ്യം പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഈശോയെ ഞാൻ കണ്ടു, അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സകലരെയും എനിക്ക് ഈശോയ്ക്ക് വേണ്ടി നേടണം, അവരെല്ലാം ഈശോയെ കാണണം. അതുകൊണ്ട് ഈ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9:22 വായിച്ചു നോക്കണേ. 1 കൊരിന്തോസ് 9:22 പൗലോസ് ഇങ്ങനെ പറയും, അങ്ങനെ എല്ലാവരെയും ഈശോയ്ക്ക് വേണ്ടി നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി മാറി. അത്ര വലിയ ടോപ്പ് ലെവൽ പഠിത്തം ഉണ്ടായിരുന്ന ഒരാൾ, നാളെ ഒരു മഹാപുരോഹിതനാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാൾ, അവിടുത്തെ പ്രധാന പുരോഹിതന്മാരിൽ ഒരാളാവാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ സെൻഹദ്രീനെയൊക്കെ നയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാൾ എല്ലാം ഉച്ഛിഷ്ടം പോലെ മാറ്റിവെക്കുകയാണ്. കാരണം എന്താണ്? ലക്ഷ്യം ക്ലിയറായി, പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഈശോയെക്കുറിച്ച് അറിയണം, ഈശോയെ സ്നേഹിക്കണം, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, എല്ലാവരെയും ഈശോയ്ക്ക് വേണ്ടി നേടണം. ദിസ് ഈസ് മൈ എയിം എന്ന് പൗലോസിനെ തിരിച്ചറിയാണ്. നമ്മൾ മുമ്പേ വായിച്ചില്ലേ പിന്നെ ഗലാത്യ ലേഖനത്തിൽ, ഈ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ തന്നെ എനിക്കൊരു ലക്ഷ്യം ഈശോ കണ്ടെത്തിയിരുന്നു. എന്താണ് ആ ലക്ഷ്യം? നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്, എന്നിട്ട് നീ ഇത് പോയി അവരോട് സംസാരിക്കണം, എന്നിട്ട് അവരെ നീ എനിക്ക് വേണ്ടി നേടണം. ഈശോ ഇത് ക്ലാരിറ്റി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ശരിക്കും നമ്മൾ പൗലോസ്ലീഹയുടെയൊക്കെ മാധ്യസ്ഥം വായിക്കേണ്ട വലിയ കാര്യങ്ങൾ ഒന്നെന്താണെന്ന് അറിയോ? ഒന്ന് ഈശോയെക്കുറിച്ച് അറിയാൻ, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. ഇനി ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, കർത്താവിൻ്റെ ഹിതം അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ നിൽക്കുമ്പോൾ പൗലോസ്ലീഹയ്ക്കൊക്കെ ക്ലാരിറ്റി കിട്ടാൻ ഒരു മൊമെന്റിൽ, പെട്ടെന്നൊരു ദിവസം ചെറുപ്പത്തിലൊന്നും കിട്ടിയതല്ല, ഇങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് കൃത്യം ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലൊക്കെ നിൽക്കുകയായിരിക്കും, എന്നെ ചെയ്യേണ്ട കർത്താവ്, അടുത്ത് എന്നാ എടുക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു എയിമുണ്ട് കോമൺ ആയിട്ട്. എന്താണത്? ഈശോയെ സ്നേഹിക്കുക, ഈശോയെ അറിയുക, ഈശോയെക്കുറിച്ച് മറ്റോട് പറഞ്ഞു കൊടുക്കുക, അത് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്, സുവിശേഷം അറിയുക എന്നുള്ളത്, ആ സുവിശേഷം ജീവിക്കുക എന്നുള്ളത് ഏതൊരു ദൈവവിശ്വാസിയുടെയും ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഏറ്റവും ബേസിക് ആയ റൂൾ ആൻഡ് ഒബ്ലിഗേഷനാണ്. അത് നമുക്ക് ചെയ്യണം. അതിന് പൗലോസ്ലീഹയുടെ പ്രത്യേകം മാധ്യസ്ഥം നമ്മൾ പേടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ അറിഞ്ഞ പൗലോസ്ലീഹ യാത്ര ചെയ്തു, എഴുതി, പറഞ്ഞു കൊടുത്തു. പക്ഷേ ഡു യു തിങ്ക് ഇറ്റ് വാസ് ഈസി? ഒരിക്കലും ഇങ്ങനെ ഒരു മിഷണറി യാത്രയോ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതോ ഈസി ആയിരുന്നില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ ഈശോയെ അറിയുന്നതിന് മുമ്പുള്ള ജീവിതം ഈ ആൾക്ക് ഭയങ്കര കംഫർട്ടബിളൊക്കെ ആയിരുന്നു. എല്ലാവരുമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എല്ലാവരെയും സുസമ്മതനായി, എല്ലാവർക്കും ഒക്കെ ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു ഏരിയ. പക്ഷേ ഈശോയെ അറിഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ സാധാരണ ആൾക്കാരെ പോലെ കളിയും പരിപാടിയൊന്നും നടക്കില്ല. അദ്ദേഹത്തിന് ഒറ്റ എയിം മാത്രമേ ഉള്ളൂ, ഈശോയെക്കുറിച്ച് പറയുക. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നത് എന്താണ്? ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നവർ, നിങ്ങളെ സ്നേഹിച്ചിരുന്നവരൊക്കെ ഇയാൾ ഈശോയുടെ കൂടെ ആയി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മാറ്റി നിർത്തിയേക്കാം. ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായേക്കാം. ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം. ഒരു നാട് മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നേക്കാം നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ. പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ആശ്വാസവും സ്ട്രെങ്ത് ആയിട്ട് ഒരു വലിയ ആത്മധൈര്യം തന്നുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയാണ്, ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ എനിക്ക് സന്തോഷം, ആനന്ദം മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ ചവിട്ടും തൊഴിയും,
ഒത്തിരി സഹനങ്ങളും ഉണ്ടായതായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അങ്ങനെ പൗലോസ്ലീഹയുടെ സഹനത്തെക്കുറിച്ച് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പൗലോസ്ലീഹ പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് 2 കൊരിന്തോസ് അതിൻ്റെ 11-ാമത്തെ അധ്യായം. ആ വചനഭാഗം ജസ്റ്റ് ഒന്ന് പേഴ്സണലി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. 2 കൊരിന്തോസ് 11 അതിൻ്റെ 23 മുതൽ 28 വരെ പൗലോസ്ലീഹയ്ക്ക് ഉണ്ടായ സഹനങ്ങളെക്കുറിച്ച് ഇങ്ങനെ പൗലോസ്ലീഹ വളരെ സിമ്പിളായിട്ടല്ല, ഇച്ചിരി ഗാഢമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്നറിയോ, ഞങ്ങൾ മറ്റുള്ളവരെക്കാട്ടും കൂടുതൽ നല്ല ദാസന്മാരാണ്. എന്തിന്? ഞങ്ങൾക്ക് ഇത്ര ഡിഗ്രി ഉണ്ടായി, ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങളിൽ പോയി ധ്യാനിപ്പിച്ചു, പ്രസംഗിച്ചു, ഞങ്ങൾ ഇത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെക്കാട്ടും കുറച്ചുകൂടെ നല്ല ദാസന്മാരാണ് എന്നല്ല. പൗലോസ്ലീഹ അഭിമാനിക്കുന്നത് എന്തിനാണെന്നറിയോ? 23 വാക്യങ്ങൾ. കാരാഗൃഹവാസം അനുഭവിച്ചു, ഞങ്ങൾ അധ്വാനിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണഭക്തത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കയ്യിൽ നിന്ന് 1 അടി 39 അടി വെച്ച് കെട്ടി, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു, തുടരെ യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ച് കൊള്ളക്കാരിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്, വിജാതിയിൽ നിന്ന് അപകടങ്ങളുണ്ടായി, നഗരത്തിൽ നിന്ന്, വിജനപ്രദേശത്ത് നിന്ന്, കടലിൽ വെച്ച് അപകടങ്ങളിൽപ്പെട്ടു, വ്യാജ സഹോദരന്മാരിൽ നിന്ന് അപകടങ്ങളുണ്ടായി, കഠിനാധ്വാനം, വിഷമഗന്ധി, നിരവധി രാത്രികളെ ജാഗരണം, വിശപ്പ്, ദാഹം, പലപ്പോഴും ഉപവാസം, തണുപ്പ്, നഗ്നത. എൻ്റെ അമ്മോ, ഒരു ലിസ്റ്റാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയില്ലേ, പനിയാണ്, നടുവേദനയാണ്, മുട്ടുവേദനയാണ്, കർത്താവെ മടുത്തു, തിരക്കാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പൗലോസിലെയൊക്കെ നമ്മളെ നോക്കി ഒന്ന് കളിയാക്കായിരിക്കും. ഇതൊക്കെ എന്താണ് അല്ലേ? ഇത് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പം സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങുമ്പോൾ ഉള്ള സഹനത്തെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ സഹനങ്ങളോട് നമ്മൾ കടന്നു പോകണമെങ്കിലും ജസ്റ്റ് ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത്, നമ്മൾ ഒരു ശരീരവേദന ഉണ്ടായി, കളിയാക്കലുണ്ടായി, മാനസിക സംഘർഷം ഉണ്ടായി, മറ്റുള്ളവർ ടെൻഷൻ അടിപ്പിച്ചു, നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ സങ്കടപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായതൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പൗലോസ്ലീഹ പറയാണ്, പക്ഷെ അതിലൊക്കെ ഞാൻ അഭിമാനിക്കാം. എന്തിനാ? ഇതൊക്കെ ഞാൻ ഈശോയുടെ പേരിൽ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്തായാലും സഹനങ്ങൾ ഉണ്ടാവും. ഒറ്റ ഉറപ്പാണ്, ഇത് ആരുടെ പേരിൽ? ഈശോയുടെ പേരിൽ നമ്മൾ സഹിക്കേണ്ടി വന്നാൽ അതിനെ അതിജീവിക്കാൻ ഈശോ ഇരട്ടി പവറോടുകൂടി കൂടെ നിൽക്കും. ഇത് പിടിച്ചു നിൽക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഈ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ തന്നെ 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഈശോ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഈശോ എനിക്ക് വേണ്ടി മരിച്ചു. അത് സ്നേഹം കൊണ്ടാണ്. ആ ഈശോയുടെ സ്നേഹം, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് മീ. എനിക്ക് മുമ്പോട്ട് പോകാൻ, ഈ സഹനത്തിൽ 40 400 കിട്ടിയാലും എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒറ്റ കാരണം ഈ അടി കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കുന്നുള്ളതല്ല. ഈ അടി കഴിയുമ്പോഴത്തേനും ആൾക്കാർ വന്നു, ഇയാൾ ഈശോയ്ക്ക് വേണ്ടി ഇത്രയും സഹിച്ചല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് 2 കയ്യടി തരുന്നതല്ല. ഒറ്റ കാര്യം മാത്രമേ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുള്ളൂ. അതാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പൗലോസ്ലീഹ പറയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഈശോയുടെ സ്നേഹമാണ് നമ്മുടെ ബൂസ്റ്റ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു മൈൻഡുള്ള, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ക്രിസ്തു ശിഷ്യനെ എന്ത് സഹനത്തിന് തോൽപ്പിക്കാൻ പറ്റും? പൗലോസ്ലീഹ റോമാക്കാർക്ക് 8-ാമത്തെ അധ്യായം എഴുതുമ്പോൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, ആ സ്നേഹത്തിൽ ആർക്ക് എന്നെ വേർപെടുത്താൻ വേണ്ടി പറ്റും? നഗ്നതയോ, വാളോ, പട്ടിണിയോ? നമുക്കിപ്പോൾ അതൊന്നുമില്ല, വാളും പട്ടിണിയും നഗ്നതയോ ഒന്നുമില്ല. പക്ഷേ ഈ സഹനം വന്നിട്ട്, ഈ പരീക്ഷ തോറ്റുപോയിട്ട്, ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈശോ എന്നുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകണം. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും, എന്തൊക്കെ സ്നേഹം കയ്യിൽ നിന്ന് പോയാലും, നിങ്ങൾ ഏറ്റവും അഭിമാനമായിട്ട് കൊണ്ടു നടന്ന് നിങ്ങളുടെ ഏറ്റവും പ്രഷ്യസ് ആയ കാര്യങ്ങൾ, വ്യക്തികൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ഇതൊന്നും എന്നെ അകറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പൗലോസ്ലീഹയുടെ വലിയ തീരുമാനമായിരുന്നു. അത് അവസാന ശ്വാസം വരെ ഉണ്ട്. ഫിലിപ്പി 1:21 ഇങ്ങനെ പൗലോസ്ലീഹ പറയുന്നില്ലേ, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. ഗലാത്യ 2:20 ഇങ്ങനെ പറയും, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. വെച്ചാൽ ഐ ആം നോ മോർ, ഞാനില്ല, ഈശോ മാത്രം. നമുക്കിതൊക്കെ എങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കും അല്ലേ? അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ ഈ ഡയലോഗൊക്കെ പറയുന്ന പോലെ അതാവണവടാ ക്രിസ്ത്യാനി അല്ലേ? നമ്മൾ ഈ ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ബലിയർപ്പിക്കുന്നു, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇത്രയും ഒരു കോൺഫിഡൻസ്, ഒരു സ്പിരിച്വൽ കോൺഫിഡൻസ് നമുക്കുണ്ടോ? എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. ഇത്രയും പറഞ്ഞ മനുഷ്യനാണ് എളിമയോട് പറയുകയാണ്, ഞാൻ പാപിയാണ്, എൻ്റെ ഉള്ളിൽ പാപമുണ്ട്. റോമ 7 വായിക്കുന്നില്ലേ? പിന്നീട് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, തനിക്ക് കിട്ടിയ കൃപയെക്കുറിച്ച്, ഞാൻ ദുർഭകനായ മനുഷ്യനാണ്, ഈ പാപം നിറഞ്ഞ ഈ മർത്യ ശരീരത്തിൽ നിന്ന് ആരെന്നെ പുറത്തോട്ട് കൊണ്ടുവരും? ഇത്ര വലിയ വിശുദ്ധനാണ് പറയുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ ഏതൊരവസ്ഥയിൽ നിന്ന് എളിമയോടുകൂടി ഈശോയുടെ മുമ്പിൽ നിൽക്കണം എന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചു, നമ്മൾ ഇത്രയും ചെയ്തു, നമ്മൾ ഇത്രയും നന്മപ്രവർത്തികൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ 6 അടി ഉള്ളവർ 16 അടിയായിട്ട് നമ്മളിങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ്. നമുക്കൊരു ആത്മീയ അഹങ്കാരമൊക്കെ വന്ന് നിൽക്കുകയാണ് അറിയാതെ.
ഈശോ തരുന്ന തിരുത്തലുകൾ പോലും തിരിച്ചറിയാൻ പറ്റാതെ ചില ആത്മീയ അന്ധതകളിലേക്കൊക്കെ നമ്മൾ പോയി നിൽക്കുകയാണ്. പൗലോസിനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെട്ടം കാണിച്ചു തരാണ്. ഒരിക്കൽ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ യഥാർത്ഥ പ്രകാശം കണ്ട പൗലോസ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് ഈശോയിലേക്ക് വെട്ടം കാണിച്ചു തരാണ്, ഈശോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കങ്ങനെ ഈ പൗലോസ്ലിഹായിൽ നിന്ന് വലിയൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് പോകണം. പൗലോസിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി പറഞ്ഞുകൊണ്ട് അത് ഈ 1 കൊരിന്ത്യസ് 11:1 1 കൊരിന്ത്യൻസ് 11:1 അന്ന് ഓർത്തിരിക്കണം കേട്ടോ. പൗലോസിലെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് മീ ആസ് ഐ ആം ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനെ നോക്കി അവനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മളിപ്പോൾ അച്ഛനിപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്തു, നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ചുറ്റും ഒത്തിരി ആളുകളുണ്ടല്ലേ. നിങ്ങൾക്ക് കുടുംബജീവിതം നയിക്കുന്നവർ, നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ചുറ്റും ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഇടവക സമൂഹമുണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാവരുടെ അടുത്ത് നമുക്ക് പലതും പറയാം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇത് കേൾക്കുമ്പോൾ ഓർത്തെ നിങ്ങൾക്ക് മക്കളോട് പറയാം, മക്കളെ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന പോലെ ചെയ്യും, ഞങ്ങൾ ഈ കാര്യത്തെ ഡീൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യും, ഞങ്ങൾ ജീവിച്ച പോലെ നിങ്ങൾ ജീവിക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ മക്കളോട്, നമ്മുടെ വരും തലമുറയോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട്. ഡു യു ഹാവ് ദിസ് കോൺഫിഡൻസ്? വചനപ്രഘോഷണം ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന നിലയിൽ, സുവിശേഷം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. ഞാൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുക, ഞാൻ ധ്യാനം നടത്തുന്ന പോലെ ധ്യാനം നടത്തുക, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് അറിയോ? എൻ്റെ നിങ്ങളുടെ മുമ്പിലുള്ളത് പൗലോസ്ലിഹ പറഞ്ഞ പോലെ 1 കൊരിന്ത്യസ് 11:1 പൗലോസ്ലിഹ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരോട് പറയാൻ പറ്റണം. ഇന്നിപ്പോൾ ഈ ഓൺലൈനിൽ നിങ്ങൾ ഈ ടോക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ 12 മാസം ഓരോ അപ്പസ്തോലന്മാരെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് ഈശോ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പോകുന്ന എപ്പോഴാണെന്നറിയോ? എനിക്ക് നിങ്ങളോട് അത്ര അധികമായ ഒരു കോൺഫിഡൻസോടെ പറയാൻ പറ്റണം, ഞാൻ ഈശോയെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. അറിയില്ല, നമ്മൾ അവിടെയൊന്നും എത്തിയിട്ടില്ലല്ലോ. എളിമയോടുകൂടി നമ്മൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അവിടെയൊന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുകയല്ല. നമുക്ക് പൗലോസ്ലിഹ പറയുന്നുണ്ട് ഫിലിപ്പി 3:12 എൻ്റെ പിന്നിലുള്ളവയൊക്കെ വിസ്മരിച്ചിട്ട് കഴിഞ്ഞ കാലത്ത് ഇതുവരെ എനിക്കൊരിക്കലും ഈ 2024 ഒരിക്കലും എനിക്ക് ഈശോയെ അനുകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഞാനൊരു പുതിയ വർഷത്തേക്ക് കടക്കുമ്പോൾ ഞാൻ ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ അറിഞ്ഞ്, ഈശോയെ സ്നേഹിച്ച്, ഈശോയ്ക്ക് വേണ്ടി ഈശോയായി ജീവിക്കുമെന്ന്. ഈശോയായി ജീവിക്കുമെന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഈ ലോകത്തിന് ഈശോയെ ആവശ്യമാണ്. ആ ഈശോയായിട്ട് പ്രകാശമായിട്ട് എത്തിക്കാൻ ഈശോയ്ക്ക് കുറച്ച് ആളുകൾ വേണം. പൗലോസ്ലിഹ അന്ന് ഉണ്ടായിരുന്നു, 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ഇന്ന് ഈശോയ്ക്ക് ആവശ്യം എന്നെയും നിങ്ങളെയൊക്കെയാണ്. ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് മീ. ഈശോയെ അനുകരിച്ച പൗലോസ്ലിഹയെ പോലെ നമുക്ക് പൗലോസ്ലിഹ അനുകരിച്ച് ഈശോയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2024 ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓവർ. വളരെ പെട്ടെന്ന് കടന്നുപോയൊരു വർഷം, വലിയൊരു അനുഗ്രഹത്തിൻ്റെ വർഷം. ഈ 12 അപ്പോസ്തലന്മാരോട് നമുക്ക് മധ്യസ്ഥം തേടാൻ പറ്റി. നമ്മളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും, നിങ്ങളുടെ ശുശ്രൂഷയും, നിങ്ങളുടെ പഠനം, ജോലി, എല്ലാ കാര്യങ്ങളെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലിഹയെ പോലെ ഈശോയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 2025 വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക. മുൻപിൽ 2025 നമ്മുടെ മുമ്പിൽ എന്താണോ കൊണ്ടുവരുന്നത് അത് ഈശോയുടെ സ്നേഹത്തെ പ്രതി. സന്തോഷമാണെങ്കിൽ ഈശോയോടൊപ്പം, സഹനമാണെങ്കിലും ഈശോയോടൊപ്പം. 2 കൊരിന്ത്യസ് 5:14 എന്തു തന്നെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ഉത്തേജനം നൽകുന്നു. ഈശോയുടെ നാമത്തിൽ ഈ 12 അപ്പോസ്തലന്മാരുടെ ആത്മീയ സാന്നിധ്യം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ പൗരോഹിത്യത്തോട് ചേർന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട 12 അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥ സഹായം, വിശുദ്ധ പൗലോസ്ലിഹയുടെ പ്രത്യേക സ്നേഹം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.